കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ എന്നുള്ളതാണ്. ഈശ്വരവ് ഇന്ന് നമ്മുടെ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് വിശേഷതയുള്ളവർ. എങ്ങനെ വിശേഷത? ഏറ്റവും വിശേഷതയുള്ളവർ എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കളെ കുറിച്ച്, അഥവാ രക്ഷിക്കപ്പെട്ടു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവഭക്തന്മാർക്ക്, ദൈവഭക്തകൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു ഓമന പേരാണ് നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? പ്രൈസലോ. ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ചില വീടുകളിലൊക്കെ ചെന്ന ചില മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ നമ്മളെ ചൂണ്ടിക്കാണിച്ചവരെ പരിചയം, ഇവൻ വെറും പൊട്ടനാ, ഇവള് വെറും പൊട്ടിയ, കഴിവില്ല, പ്രാപ്തിയില്ല, ഇവൾ ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ ബലഹീനരാക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വീട്ടിൽ ചില സ്വന്തം കുഞ്ഞുങ്ങളെ നായെന്നും പട്ടിയെന്നും ഒക്കെ വിളിക്കുന്നത് കാണാൻ കഴിയും. എന്തിനേറെ സ്വന്തം ഭർത്താക്കന്മാരെ പോലെ പട്ടിയെന്നും നായെന്നും എടാന്നും പോടാന്നും വിളിക്കുന്നത് കാണാൻ കഴിയും. സമപ്രായക്കാർ നമ്മൾ എടാ പോടാന്നൊക്കെ വിളിക്കാറുണ്ട്, ഇടിയെന്നൊക്കെ വിളിക്കാറുണ്ട്, മുതിർന്നവരൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ സ്വന്തം ഭാര്യ ഭർത്താവിനെ എടാ പോടാന്നും പട്ടിയെന്നും നായെന്നും വിളിക്കുക അപൂർവമാണ്. ചില വീടുകൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അനുഭവിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം പല വീടുകളിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സ്ഥാനം കൊടുക്കാതെ, വേണ്ടുന്ന ബഹുമാനം കൊടുക്കാതെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെയുള്ള സ്ഥാനവും ബഹുമാനവും കൊടുക്കാതെ പലപ്പോഴും അവരെ സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കുന്ന, പരിഹസിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന, അവരെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്ന മാതാപിതാക്കളായി ഇന്ന് സമൂഹത്തിലുള്ളത്, സഹോദരങ്ങളാണുള്ളത്. അവരുടെ ഉള്ളിലെ കഴിവും അവരുടെ ഉള്ളിലെ താലന്തുകളും തിരിച്ചറിയാൻ കഴിയാതെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വെറും ചവിട്ടുകൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി കളയുന്ന മാതാപിതാക്കളുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ കടന്നു പോകുന്ന മേഖലയിലും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും, പ്രശസ്തിയൊന്നും ഇല്ലെങ്കിലും, എന്റെ കർത്താവ് പറയുന്നത് ദൈവഭവനത്തിൽ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാണെന്നാണ്. നിങ്ങൾ അവർക്ക് മാന്യതയൊന്നും കൊടുത്തില്ലെങ്കിലും കർത്താവ് അവരെ ഏറ്റവും വിശേഷതയുള്ളവരായിട്ടാണ് കണ്ടിരിക്കുന്നത്. അല്ലേ? നിങ്ങൾക്കില്ലാത്ത പല കഴിവുകളും പല താലന്തുകളും അവർക്കുണ്ട്. നിങ്ങളൊരു പക്ഷെ വലിയ വീട്ടിൽ ജനിച്ചവളായിരിക്കാം. നിങ്ങൾക്ക് പേരും പ്രശസ്തി, സ്ഥാനമാനങ്ങളും ജോലികളും അധികാരവും പവറും പണവും പ്രതാപവും പാരമ്പര്യമൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വൈകല്യമുള്ള ഒരാൾ ജനിച്ചാൽ ആ മനുഷ്യനെ, ആ വ്യക്തിയെ, ആ കുഞ്ഞിനെ ബലഹീനരാക്കി, കഴിവില്ല, പ്രാപ്തിയില്ല, പൊട്ടനാണ്, പൊട്ടിയാണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ സംസാരിക്കരുത്. മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുടെ ബഹുമാനത്തോടെ ആദരിക്കാൻ കഴിയണം, ബഹുമാനിക്കാൻ കഴിയണം. മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാൻ കഴിയണം. ലേലിയ. അതാണ് ദൈവത്തിനും പഠിപ്പിക്കുന്നത് കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? സ്തോത്രം. അതേ സഹോദര സഹോദരി, നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാ. ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ, ദൈവഭവനത്തിൽ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാ. ലോകത്തിൽ നിങ്ങളെപ്പോലെ വിശേഷതയുള്ളവരെ വേറെ ആരുമില്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ ശുദ്ധീകരണത്തിനനുസരിച്ച് ദൈവവചന വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ദൈവവേദന ദൈവം തന്നിരിക്കുന്ന ബഹുമതിയാണ്, ബഹുമാനമാണ്, ലേലിയ ഓമന പേരാണ് നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവർ എന്നുള്ളത്. പ്രൈസോ. നിങ്ങൾ ലോകം നിങ്ങൾക്ക് ബഹുമാനവും ആദരവും തന്നില്ല എന്ന് പറഞ്ഞ്, നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ബഹുമാനിച്ചിരിക്കുക, രക്തം ചെയ്യും.
ഇവിടെ നാം വായിച്ച ദൈവവചനം എന്ന് പറയുന്നത്, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ആകുല ചിന്തകളെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. മനുഷ്യരെന്നുള്ള സകല വ്യക്തികൾക്കും വിവിധ തലത്തിലുള്ള ആകുല ചിന്തകളുണ്ട്, മനോഭാരങ്ങളുണ്ട്, വിവിധ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 25 വാക്യങ്ങൾ വായിക്കുന്നു, 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. അല്ലേ, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് ആശ്വാസത്തിന്റെ വചനങ്ങൾ തന്ന് ദൈവം ചില ഉദാഹരണങ്ങൾ, ചില ഉപമകൾ നമ്മളെ കാണിച്ചിട്ട്, ഉപമകൾ തന്നെയല്ല, ആകാശത്തിലെ പക്ഷികളെ പറവുകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാണ്. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ എത്ര വലിയ വിശേഷതയുള്ളവരാണ്. അല്ലേരിയ. കർത്താവ് നിങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് കാണുന്നേ. നമുക്കറിയാം, ദൈവം ഭൂമിയിൽ അനവധി പക്ഷി, മൃഗജാതി, ഇഴജാതികളെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭൂമിയിലെ ഈ കാണുന്ന സൃഷ്ടികളെല്ലാം ദൈവത്തിൻ്റെതാണ്. സകലത്തെയും നോക്കി കർത്താവ് കണ്ടു, സകലത്തെയും കർത്താവ് അറിയുന്നു. അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യരെ നോക്കിയിട്ട് നമ്മുടെ കർത്താവ് പറയാണ്, ഞാൻ സൃഷ്ടിച്ച ഈ സൃഷ്ടികളെക്കാളെല്ലാം, അവയെക്കാളെല്ലാം നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. അതെ, ദൈവമക്കളാണ് ഏറ്റവും വിശേഷതയുള്ളവർ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചതിന്റെ പേരിൽ ഈ വിശുദ്ധ വേദപുസ്തകം, സത്യവേദ പുസ്തകം കരങ്ങൾ കൊണ്ടെടുത്ത് ദൈവസഭയിൽ കടന്നുപോയി ദൈവത്തെ കരങ്ങൾ തട്ടി പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചതിന്റെ പേരിൽ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി കളയുന്നെങ്കിൽ, നിങ്ങളെ തള്ളിക്കളയുന്നെങ്കിൽ, നിങ്ങളെ വിടക്ക് എന്ന് പറയുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അങ്ങനെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നമ്മുടെ കർത്താവ് പറയുന്നത് നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ഹല്ലേലൂയ. ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില മാതാപിതാക്കൾ അവൻ വെറും വിടക്കാന്നൊക്കെ പറയും. വിടക്ക്. സ്വന്തം മക്കളെ കുറിച്ച് പറയുന്നു, സ്വന്തം ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, സ്വന്തം സഹോദരങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നു, സഭയിലെ വിശ്വാസികളെ കുറിച്ച്, സംഘ ശുശ്രൂഷകന്മാരെ കുറിച്ച്, കൂടെയിരുന്ന് ആരാധിക്കുന്നവരെ കുറിച്ച് അങ്ങനെ ബലഹീനമായി സംസാരിക്കുന്ന ജനമാണ് ഇന്ന് ഭൂമിയിലുള്ളത്. രക്തക്ഷയം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളെക്കാൾ ശ്രേഷ്ഠൻ നിങ്ങൾക്ക് മറ്റുള്ളവരെ എണ്ണാൻ കഴിയണം. എന്നേക്കാൾ ശ്രേഷ്ഠനാണ്, എന്നെക്കാട്ട് ശ്രേഷ്ഠതയുള്ളവനാണ്, ഉള്ളവളാണെന്ന് നിങ്ങൾക്ക് മറ്റൊരാളെ കാണാൻ കഴിയണം. കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് എണ്ണണം. കഴിഞ്ഞിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ശക്തമായി ദൈവകരങ്ങൾ ഉപയോഗിക്കുന്ന, ശക്തമായി ദൈവസേനയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നന്നായി ശുശ്രൂഷ ചെയ്യുന്ന, പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന, ശക്തമായ രോഗശാന്തിയൊക്കെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അനവധി സഭകളിൽ കടന്നുപോയി ദൈവവചനം പ്രസംഗിച്ച നല്ലൊരു കർത്തൃദാസൻ, ചെറിയ പയ്യനാ, 10-12 വയസ്സൊക്കെ ഉള്ളൂ. ആ പയ്യൻ നല്ലൊരു കൊച്ച്, അതും ദൈവത്താൽ വിശേഷതയുള്ളവൻ. അവനെ ദൈവമാണ് അത്രയും വിശേഷതയുള്ളവനാക്കി മാറ്റിയേ. അല്ലെങ്കിൽ ആ കൊച്ചു കുട്ടിയുടെ 10-12 വയസ്സുണ്ട് ഇപ്പം. അവന്റെ ശുശ്രൂഷ കണ്ടിട്ട് ചിലരൊക്കെ പറഞ്ഞു, പ്രായമുള്ളവരുടെ തലയിലാണോ കൊണ്ട് കൈവെക്കുന്നത്, പ്രായമുള്ളവരുടെ തലയിലാണ് കൊണ്ട് കൈവച്ച് ആലോചന പറയുന്നത്. ദൈവം അവനെ വിശേഷതയുള്ളവനായി കണ്ടതുകൊണ്ട്, വിശേഷതയുള്ളവനായി കണ്ട് ദൈവം അവന്റെ മേൽ അഭിഷേകം പകർന്ന് കർത്താവ് അവനെ കൊണ്ട് ശക്തമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ, അഭിഷേകമില്ലാത്ത നിങ്ങൾ മാറി നിന്ന് അവന്റെ മേൽ പ്രായമുള്ളവനായി കൈവയ്ക്കുന്നതല്ലയോ എന്നൊക്കെ ചോദിച്ച് വിമർശിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ എത്രയോ ബുദ്ധിശൂന്യരാണ്. നിങ്ങളൊരു പക്ഷേ ഞാനിത് പറഞ്ഞ എന്നെ കുറിച്ച് വിമർശിച്ചേക്കാം, എനിക്കൊന്നുമില്ല അതിനകത്ത്. നിങ്ങൾ വിമർശിച്ച് നിങ്ങൾ തന്നെ കുറ്റവാളിയായി മാറണം. നിങ്ങളൊരു വിമർശകനായി മാറി നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ന്യായവിധിയിൽ, ദൈവത്തിന്റെ കോടതിയിൽ കുറ്റക്കാരനായി മാറി. എനിക്കൊരു പ്രശ്നം എന്നെ വിമർശിച്ചതുകൊണ്ട്. പക്ഷെ സത്യമൊക്കെ പറയണമല്ലോ. നിങ്ങൾക്ക് കൃപയില്ലാത്തത് കൊണ്ട്, നിങ്ങൾക്ക് അഭിഷേകമില്ലാത്തത് കൊണ്ട്, നിങ്ങളെ കൊണ്ട് ആ മനോഹരമായി ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ദൈവം കൊച്ചു കുഞ്ഞുങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യുന്നു. അവരെ ഏറ്റവും വിശേഷതയുള്ളവരാക്കി മാറ്റുന്നു.
നിങ്ങളെക്കാൾ വിശേഷതയുള്ളവനാക്കി ആ കുഞ്ഞിനെ മാറ്റിയെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിച്ച് ആ കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം കേട്ടോ. രക്തം ചെയ്യാം. ഞാൻ ആരും പേരെടുത്ത് പറഞ്ഞു, നിങ്ങൾക്കതൊക്കെ അറിയാം. ഇന്നത്തെ ശുശ്രൂഷ കാലഘട്ടം, ഇന്നത്തെ ആത്മീയകൂടമൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇന്നത്തെ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മൾ ഏറ്റവും വിശേഷതയുള്ളവരാണ്. എല്ലാവരെയും ബഹുമാനിക്കണം. നമ്മുടെ ഭവനത്തിലുള്ള കൊച്ചു കുഞ്ഞിനെ തൊട്ട് നമ്മൾ ബഹുമാനിക്കണം. നിങ്ങളുടെ ഭവനത്തിനകത്തും മുലകുടിക്കുന്ന കുഞ്ഞുണ്ടെങ്കിൽ ആ മുലകുടിക്കുന്ന കുഞ്ഞിനെ തൊട്ട് നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. നിങ്ങളുടെ വീട്ടിൽ മുലകുടിക്കുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ തീരെ ശൈശവം നിങ്ങൾ ചിന്തിച്ചു. നിങ്ങൾ ഒരുപക്ഷെ നല്ല പ്രായമുള്ള ആളായിരിക്കാം, നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ആ കുഞ്ഞിനൊന്നും കാണുന്നില്ല. പക്ഷെ നിങ്ങളുടെ മകനെ, നിങ്ങളുടെ കുഞ്ഞിനെ, ആ മുലകുടിക്കുന്ന കുഞ്ഞിനെ ഏറ്റവും വിശേഷതയുള്ളവരായി കർത്താവ് കണ്ടു. പിന്നെ നിങ്ങൾ അതിനെ അങ്ങനെ കാണണ്ടേ? അല്ലേ? വിവരവും പരിജ്ഞാനവും ഒക്കെ ദൈവം നമുക്ക് അതിനാ തരുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന അനുഭവങ്ങളെ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന നന്മയെ നീ അതിനെ സ്തോത്രത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അപ്പൊ നമുക്ക് എല്ലാവരെയും ബഹുമാനിക്കാൻ കഴിയണം. രക്തം ചെയ്യാം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതൊക്കെയാണ്. ഈ ലോകത്തിന്റെ മുമ്പിൽ, ലോകക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു ബഹുമാനവും ഇല്ലെങ്കിലും, ഒരു സ്ഥാനവും ഇല്ലെങ്കിലും, എല്ലായിടത്തും നിങ്ങളെ വിടക്കുന്ന കഴിവില്ലാത്തവനെന്നും ഒക്കെ പറഞ്ഞ് അനവധി മറ്റു പേരുകൾ പറഞ്ഞ് നിങ്ങളെ ചവിട്ടി മെതിക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവ് പറയുന്നത്, നിങ്ങളെ മെതിക്കുന്ന, നിങ്ങളെ ചവിട്ടി, നിങ്ങളെ കരുതേക്കുന്നവരെക്കാൾ വിശേഷതയുള്ളവരാണ് നിങ്ങളെന്നാണ് യേശു തന്റെ വചനത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിന് വിശേഷതയുള്ളവരാണ്. രക്തം ചെയ്യും. വിശേഷതയുള്ളവർ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. എന്തുകൊണ്ടാണ് ഏറ്റവും വിശേഷതയുള്ളവർ എന്ന് പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, പാപത്തിന്റെ പരിഹാരം നേടിയവർ, പാപമോചനം പ്രാപിച്ചവർ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, കർത്താവിനോട് കൂടെ നടക്കുന്നവർ, കർത്താവിനോട് കൂടെ വസിക്കുന്നവർ, കൂട്ടായ്മ പങ്കാളികളായിരിക്കുന്നവർ, ശത്രുവിനെ സ്നേഹിക്കുന്നവൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, അല്ലെ നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നവൻ, അവരോട് സഹതാപമുള്ളവൻ, സഹാനുഭൂതിയുള്ളവൻ, അനുതാപമുള്ളവൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠമെന്ന് കാണുവാൻ കഴിയുന്നവൻ, അവരൊക്കെയാണ് ദൈവത്തിന്റെ ഏറ്റവും വിശേഷതയുള്ളവർ. മാറി നിന്ന് വിമർശിക്കുന്നവരല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാണ്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. കർത്താവിന്റെ മക്കളായിരിക്കും നിങ്ങൾ വിശേഷതയുള്ളവരാ. ദൈവത്തിന്റെ മക്കളായിരിക്കും നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സകല സൃഷ്ടികളിലും വെച്ച് നിങ്ങളെ വിശേഷിച്ച സൃഷ്ടിയാക്കി മാറ്റി. നമ്മുടെ കർത്താവിന്റെ സകല സൃഷ്ടികളിലും വെച്ച് നിങ്ങളാണ് ഏറ്റവും വിശേഷതയുള്ളവർ. നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുറ്റത്തിലേക്ക് ഇറങ്ങി ആകാശത്തിലേക്ക് നോക്കണം. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെ നോക്കണം, ഭൂമിയെ നോക്കണം.
രക്തം ചെയ്യും. അത് കർത്താവിന്റെ സ്നേഹമാണ്. നിങ്ങളോട് കർത്താവിന് പ്രത്യേകമായ സ്നേഹമുണ്ട്. രക്തം ചെയ്യും. എൻ്റെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിന് നിങ്ങളോട് പ്രത്യേകമായ സ്നേഹമുണ്ട്. അല്ലേലൂയ. നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ ആരും സ്നേഹിക്കുന്നില്ല. രക്തം ചെയ്യും. ഞാനത് എപ്പോഴും പറയാറുണ്ട്. അതൊക്കെ അനുഭവിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ലോകത്തിലുള്ള സകല സൃഷ്ടികളെയും കർത്താവ് തന്റെ വചനത്താൽ സൃഷ്ടിച്ചു. ലോകത്തിലുള്ള സകല സൃഷ്ടികളെയും കർത്താവ് തന്റെ വചനത്താൽ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യനെ വിശേഷിതരായി സൃഷ്ടിക്കണമെന്ന് അവൻ കരുതി തന്റെ സ്വന്തം കരം കൊണ്ട് മെനഞ്ഞുണ്ടാക്കി. അവന് തന്റെ സാദൃശ്യവും രൂപവും നൽകി. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവാത്മാവാക്കി മാറ്റി. മറ്റ് സൃഷ്ടികൾക്കെല്ലാം മറ്റ് സൃഷ്ടികളെല്ലാം വിശേഷതയുള്ളവരാക്കി മാറ്റി. ദൈവത്തിന്റെ വചനത്താൽ എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചു. എല്ലാം വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യനെ മാത്രം അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരായി വിശേഷതയുള്ളവരായി സൃഷ്ടിക്കണമെന്ന ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായ ആ തീരുമാനമാണ് ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവന് ജീവാത്മാവ് പകർന്ന അല്ലേലിയ അവനെ തന്റെ സാദൃശ്യ സ്വരൂപത്തിലും സൃഷ്ടിച്ച് സകലത്തിന്മേലും വാഴുവാൻ അധികാരമുള്ളവനായി വിശേഷതയുള്ളവനായി ദൈവം മനുഷ്യനെ നിയമിച്ചെന്നുള്ളതാണ്. കാട്ടിലെ ഏറ്റവും വലിയ മൃഗം ആനയാണ് നമ്മൾ പറയുന്നത്. മൃഗങ്ങളെ ഏറ്റവും തലവൻ രാജാവ് സിംഹം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കാട്ടിലെ ഏറ്റവും വലിയ മൃഗം ആനയല്ലേ. നാട്ടിൽ നോക്കിയാൽ ഏറ്റവും വലിയ മൃഗം ആനയാണ്. ഈ വലിയ മൃഗമായിരിക്കുന്ന ആനയെ ഒരു ചെറിയ കുട്ടി നടത്തുന്നു. അല്ലേറിയ ഒരു ചെറിയ കുട്ടി ഈ വലിയ ആനയെ നടത്തുമ്പോൾ നിങ്ങൾ ഓർത്തണം. അല്ലേറിയ ആ കുട്ടി ഏറ്റവും വലിയ വിശേഷതയുള്ളവനാ. ഇത്ര വലിയ ആനയെ നടത്തുവാൻ ഒരു കൊച്ചു കുഞ്ഞിന് കഴിയുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര വലിയ ആനയെ നടത്തുവാൻ ഒരു മനുഷ്യന് കഴിയുന്നെങ്കിൽ അവൻ ഏറ്റവും വിശേഷതയുള്ളവനാ. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെ സകലത്തിനേരും വാഴുവാൻ സകലത്തിനേരും അധികാരം നൽകിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് വിശേഷതയുള്ളവനായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ച് ഏറ്റവും വിശേഷതയുള്ളവളായി സൃഷ്ടിച്ചത്. അല്ലേരി അവർക്ക് പാർക്കുവാൻ വേണ്ടി ഏതനുണ്ടാക്കി അവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുത്തു. അല്ലേരിയ തോട്ടം സൂക്ഷിക്കണം, വേല ചെയ്യണം, അല്ലേരിയ സകലത്തെ അടക്കി വാഴണം. പക്ഷേ സാത്താന്റെ കൊടിയ വഞ്ചനയിൽ അകപ്പെട്ട് ഹവ്വയും ആദവും അല്ലേരിയ കൽപ്പന ലംഘിച്ചപ്പോൾ അവരെ ആ വിശേഷതയുള്ള സ്ഥാനത്താക്കി വെച്ചിരുന്ന ദൈവം എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. കെരൂബുകളെ തിരിയുന്ന വാളുമായി ഏദൻ തോട്ടത്തിന് കാവലാക്കി. അപ്പം ദൈവം നമ്മെ ഏറ്റവും വിശേഷതയുള്ളവരായി സൃഷ്ടിച്ചു. അല്ലേലിയ പാപമുഖാന്തരം ആദവും ഹവ്വയ്ക്കും ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നീ, കർത്താവിന്റെ കരങ്ങളാൽ പണിതെടുക്കപ്പെട്ട് കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ട് ഏറ്റവും വിശേഷതയുള്ളവനായി ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നിനക്കെതിരെ വരുന്ന പ്രലോഭനങ്ങൾക്കകത്ത് നീ വീണ് പാപം ചെയ്ത ആദവിനും ഹവ്വയ്ക്കും ആ വലിയ പർദീസ നഷ്ടപ്പെട്ടതുപോലെ, ഏദൻ തോട്ടം നഷ്ടപ്പെട്ടതുപോലെ നിങ്ങളെ ആത്മജീവിതത്തിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ അകന്നു പോകരുത്. പ്രൈസ്. അപ്പൊ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, പിശാചിനാൽ വഞ്ചിക്കപ്പെടരുത്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവസാനത്തോടെ രക്തം വരെ തന്ന് നിങ്ങളെ വീണ്ടെടുത്ത് ഏറ്റവും വിശേഷതയുള്ളവനായ ദൈവരാജ്യത്തിന്റെ മകനായി മകളായി ദൈവം നിങ്ങളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുക. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ നിങ്ങളുടെ ബലഹീനതകൾ മുഴുവൻ അറിയുന്നവൻ എന്റെ കർത്താവാണ്. രക്തം ചെയ്യും. നിങ്ങളുടെ ബലഹീനതകൾ മുഴുവൻ, നിങ്ങളുടെ മനസ്സിന്റെ വേദനകൾ മുഴുവൻ, നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവൻ, നിങ്ങളുടെ നിരൂപണങ്ങൾ മുഴുവൻ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവൻ, അറിയുന്നവൻ, നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അറിയുന്നവൻ, നിങ്ങളുടെ പരാജയങ്ങൾ അറിയുന്നവൻ, നിങ്ങളുടെ കണതിൽ കാണുന്നവൻ എല്ലാം യേശു കർത്താവാണ്. അതെല്ലാം ദൈവം നീക്കിയിട്ട് ഏറ്റവും വിശേഷതയുള്ളവനാക്കി മാറ്റാൻ പോവുകയാണ്. കടബാധ്യതയിൽ കടന്നു പോവുകയാണോ? ആമീൻ. വളരെ സാമ്പത്തികമായി ഞെരുക്കമാണോ? രോഗിയാണോ? കുടുംബജീവിതം ഛിന്ന ഭിന്നമായ അനുഭവമാണോ? മക്കളെ കൊണ്ട് ഭാരമാണോ? ഭർത്താവ് മദ്യപാനിയാണോ? ഭാര്യ മദ്യപാനിയാണോ? മക്കൾ മയക്കുമരുന്ന് അടിമയാണോ? അങ്ങനെ സമൂഹത്തിൽ ഒരു വിലയുമില്ലാതെ നിന്റെ കുടുംബം തകർന്നടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ രക്തം ചെയ്യും.
ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ കരങ്ങൾ ഇതിന്റെ കുടുംബത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവസന്നിധി മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ ഏറ്റവും വിശേഷതയുള്ളവനായി നിന്റെ കുടുംബത്തിലുള്ളവരെ ദൈവം പണിതെടുക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു ബലഹീനനായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. സമൂഹത്തിന് വേണ്ടാത്തവളായി തീരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. സമൂഹത്തിൽ നിന്നെ ഏറ്റവും വിശേഷതയുള്ളവരാക്കി തീർക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മൂക്കിൽ ജീവശ്വാസം ഊതി അവരെ ജീവാത്മാവാക്കി മാറ്റി. മറ്റ് സൃഷ്ടികൾക്ക് മുന്നറിയിപ്പ്, 4 അറിവ്, 5 അറിവ് എന്നിങ്ങനെയാണ് ഉള്ളതെങ്കിൽ മനുഷ്യന് മാത്രം ഹല്ലേലൂയ 6 അറിവ് നൽകിയെന്നാണ്. ഹല്ലേലൂയ. എല്ലാത്തിനുമുള്ള അറിവിനേക്കാൾ കൂടുതൽ അറിവ് ദൈവം മനുഷ്യന് നൽകി. ഹല്ലേലൂയ. നിങ്ങൾ ആകാശത്തിലെ പറവകളെ ഏറ്റവും പറവകളെക്കാൾ വിശേഷതയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ ആകാശത്തിലെ പറവകളെക്കാൾ വിശേഷതയുള്ളവരായിരിക്കുന്നു എന്നാണ് മത്തായിയുടെ സുവിശേഷം 6:26 വായിച്ചത്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവദൂതന്മാരെക്കാൾ വിശേഷതയുള്ളവരാകുന്നുവെന്ന് എബ്രായ ലേഖനം വായിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. എബ്രായ ലേഖനം 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠരായി തീരുകയും ചെയ്തു. നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറയുന്നെങ്കിലും ദൈവസഭയോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ നമ്മൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരായി ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുക. സ്തോത്രം. എബ്രായലേഖനം 11:40 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരായി ദൈവം നമ്മെ ആക്കി തീർത്തെന്ന് എബ്രായലേഖനം 11:40 വായിച്ചാലും കാണാൻ കഴിയും. അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാർ നേരിൽ കാണാത്തതും നേരിട്ട് അനുഭവിക്കാതിരുന്നതും, ഹല്ലേലൂയ, അവർക്ക് വെളിപ്പെടാത്തതുമായിരുന്ന ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ, ദൈവരാജ്യത്തിന്റെ സത്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. പൂർവ്വപിതാക്കന്മാർക്ക് മറഞ്ഞിരുന്ന ദൈവിക മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്ന് നമ്മെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരായി ദൈവം നമ്മെ ഭൂമിയിലാക്കി വെച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പഴയ നിയമ വിശുദ്ധന്മാർക്ക് പോലും വെളിപ്പെടുത്തി കൊടുക്കാതിരുന്ന ദൈവിക മർമ്മങ്ങളെ, ദൈവിക വെളിപ്പാടുകളെ നിനക്ക് വെളിപ്പെടുത്തി തന്ന് നിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവനായി ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നാൾത്തോറും നാൾ നീ ജീവിതത്തിൽ കണ്ടുപിടിക്കുന്ന ഓരോ കണ്ടുപിടുത്തങ്ങളും നിന്റെ സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ലെന്ന് തിരിച്ചറിയണം. ദൈവം നിന്റെ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവളാക്കി തീർക്കുവാൻ വേണ്ടി ദൈവം നിനക്ക് ജ്ഞാനം പകർന്നു തരുമ്പോഴാണ്, അറിവും ബുദ്ധി നിനക്ക് നൽകുമ്പോഴാണ് നീ അതിനൊക്കെ തുടക്കമിടുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സഹോദരി, നിങ്ങളാക്കി മാറ്റിയ, ഇത്രയും ശ്രേഷ്ഠനാക്കി മാറ്റിയ, ഉള്ളവളാക്കി മാറ്റിയ നിങ്ങളെ സമൂഹത്തിന് മുമ്പിൽ ഉന്നതനാക്കി മാറ്റിയ യേശു ക്രിസ്തുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. നിങ്ങളെ സ്വന്തം കഴിവല്ല ഒന്നും, കേട്ടോ. ദൈവം നമ്മെ ഇത്രയും ശ്രേഷ്ഠതയുള്ളവനാക്കി മാറ്റിയതാണ്. അപ്പൊ നമ്മള് സ്തോത്രം, ദൂതന്മാരെക്കാൾ വിശേഷതയുള്ളവരാണ്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെക്കാൾ വിശേഷതയുള്ളവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് വിശേഷതയുള്ളവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട്. സ്തോത്രം. എന്താണ് ദൈവത്തിന്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ? അതിനാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചാൽ കാണാൻ കഴിയുന്നത്, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ, ദൈവഭവനത്തിന്റെ മക്കളാകണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. രക്തം ചെയ്യണം. നിങ്ങൾ ഭൂമിയിൽ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ശരിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങൾ ഭൂമിയിൽ അപ്പനും അമ്മയ്ക്കും ജനിച്ച് ഈ ഭൂമി പാർക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വീണ്ടും ജനനം പ്രാപിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്കുള്ള വീണ്ടും ജനനം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞ്, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു.
യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയും, ദൈവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആമേൻ ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്ത് നീ ദൈവഭവനത്തിന്റെ മകനായി മകളായി മാറുമ്പോൾ നിന്നെ ഏറ്റവും വിശേഷതയുള്ളവരായി ദൈവം തെരഞ്ഞെടുക്കുക. ദൈവം നിന്നെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. റോമലേഖനം 10:9 ഹല്ലേലൂയ 10 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. രക്തജയം. അപ്പൊ നിങ്ങൾ ദൈവഭവനത്തിന്റെ മക്കളാകണം. രക്തജയം. ദൈവഭവനത്തിന്റെ മക്കളെയാണ് ദൈവം ഏറ്റവും വിശേഷതയുള്ളവരായി ശ്രേഷ്ഠതയുള്ളവരായി കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിക്കണം, രക്ഷ പ്രാപിക്കണം. ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ വീണ്, ലോകത്തിന്റെ മോഹങ്ങളിൽ വീണ്, ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിച്ച് നിങ്ങൾ നിത്യമായ നാശത്തിലേക്ക്, നിത്യമായ നരകത്തിലേക്ക് പോകാതെ നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് ചെല്ലണം. ഫ്രൈസരോ. നിങ്ങൾ പറയും ഞങ്ങൾ വലിയ ഭക്തരാണ്, ഞങ്ങൾക്ക് പള്ളിയുണ്ട്, പ്രമാണമുണ്ട്, ഞങ്ങൾക്ക് ആരാധനയുണ്ട്, വിശുദ്ധിയുണ്ടെന്നൊക്കെ പറയുമായിരിക്കും. അല്ലേരിയ. പക്ഷെ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? വിശുദ്ധ ജീവിതം നീ നയിക്കുന്നുണ്ടോ? ദൈവജനത്തിന്റെ വ്യവസ്ഥയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? അല്ലേരിയ. വ്യവസ്ഥ തെറ്റിച്ച് ജീവിച്ചിട്ടും വ്യവസ്ഥ ഇല്ലാതെ ജീവിച്ചിട്ടും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് പ്രാപിച്ചതെന്ന് അറിയാൻ വരാതെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്? അതിന്റെ അനുഭവം എന്താണ്? ആ അനുഭവത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അല്ലേരിയ. ദൈവഭവനത്തിലെ മക്കളായി എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നത്? അതെങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ നീ വെളിപ്പെടുത്തുന്നത്? അല്ലേരിയ. നിങ്ങളെ വിശേഷതയുള്ളവരായി ദൈവം കാണണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം? രക്തജയം. പ്രൈസലോ. അതുകൊണ്ട് ഇന്ന മകൾ എന്നെ കേൾക്കുന്ന പറയും, മാതാവേ പിതാവേ, നീ വീണ്ടും ജന്മം പ്രാപിക്കണം. രക്തജയം. ഈ ഭൂമിയിലുള്ള സകല ജനങ്ങൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന 7 ഭൂഖണ്ഡങ്ങളിലുള്ള 800 കോടിയിലധികം ജനങ്ങൾ വെള്ളത്തിൽപ്പെടാത്തവരുമുണ്ട്. അവരെല്ലാം വീണ്ടെടുപ്പ് പ്രാപിക്കണം, വീണ്ടും ജന്മം പ്രാപിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവനായി മാറുന്നത്. ഇത് വേദപുസ്തക പ്രമാണമാകട്ടോ. രക്തജയം. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കണം, പ്രമാണത്തിനനുസരിച്ച് ജീവിക്കണം. വ്യവസ്ഥ തെറ്റിക്കരുത്. ലേലിയ. നിങ്ങൾ ഭക്തനാണെന്ന് പറയുകയും ഭക്തിയുടെ വേഷഭൂഷാദികളൊക്കെ അടിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ, ഒരു മയക്കുമരുന്ന് അടിമയാണെങ്കിൽ, ഒരു ജടിക ജീവിത പ്രലോഭനത്തിന് ദിവ്യാഗ്രഹത്തിന് അടിമയാണെങ്കിൽ, കൊള്ളപ്പലിശ വാങ്ങുന്നവരാണെങ്കിൽ, കൈക്കൂലി വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങളൊന്നും വിശേഷതയുള്ളവരോ അല്ല. ഹല്ലേലൂയ. നിങ്ങൾ പാപത്തിൽ ജീവിക്കുന്നവരാണ്. പ്രൈസലോ. ഈ ലോകമോഹങ്ങൾക്ക് അധീനരായി നീ ജീവിക്കുമ്പോൾ നീ ലോക മനുഷ്യനാണ്. അല്ലെങ്കിൽ ദൈവമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല, ദൈവമായി യാതൊരു കൂട്ടായ്മയില്ല. അതേസമയത്ത് ലോകത്തെ ഉപേക്ഷിച്ച് ലോകത്തിന്റെ ഇഷ്ടങ്ങൾ നീ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നീ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ്, വേദപുസ്തകം എന്തു പറയുന്ന അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നീ വിശേഷതയുള്ളവരായി തീരുന്നത്. രക്തജയം. ചെല്ലോടൊക്കെ ചോദിച്ചാൽ ചെല്ലൊക്കെ പറയും, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ ആളാന്ന് പറയും, ഞങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് യേശു നേരിട്ട് പ്രത്യക്ഷമായിട്ടുണ്ട്, ഞങ്ങൾ യേശുവിനെ കാണാം, ഞങ്ങൾ യേശുവിന്റെ ആളാന്നൊക്കെ പറയും. പലരും പറയും, എല്ലാവരും പറയും. പക്ഷെ ആളിനെ ചെന്ന് നോക്കിയാൽ കാണുന്നത് ചിലപ്പോൾ മദ്യഷാപ്പിലായിരിക്കും, ബീവറേജിലായിരിക്കും. ഞങ്ങൾ ക്രിസ്തുവിന്റെ ആളാണ്, ഞങ്ങൾക്ക് യേശുവിനെ അറിഞ്ഞവരാണ്, ഞങ്ങൾ വിശേഷതയുള്ളവരാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തിയെ പിന്നെ കാണുന്ന ബീവറേജിന്റെ ക്യൂബിൽ നിൽക്കുന്നതാണ് കാണുന്നത്. എൻ്റെ ഏരിയ ഒന്ന് ഓർത്തിരിക്കും. മനുഷ്യൻ പറഞ്ഞു കൂട്ടുകയും ചെയ്തു കൂട്ടുകയും ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങളും ദൈവവചനവുമായി യാതൊരു ബന്ധവും വ്യവസ്ഥയില്ലാതെ ജീവിക്കുന്നവരും അവരും പറഞ്ഞ് ഞങ്ങൾ ക്രിസ്തുവായിട്ട് ബന്ധമുള്ളത്, ഞങ്ങൾ വിശേഷതയുള്ളവരെന്നാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കർത്താവായ യേശുക്രിസ്തു മധ്യാകാശം വരെ ഏറ്റവും ആസനമായി. കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ അനുഭവത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും വിശേഷതയുള്ളവരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ചെല്ലാൻ കഴിയത്തില്ല കേട്ടോ. രക്തജയം. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ആകാശത്തിലെ പറവുകളേക്കാൾ
ഭൂമിയിലുള്ള സകല സൃഷ്ടിയെക്കാളും, ഹല്ലേലൂയ, ഈ ഭൂമി ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടിയെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരാ. അത് ദൈവം നിങ്ങൾക്ക് തന്ന നാമമാണ്, ദൈവം നിങ്ങൾക്ക് തന്ന പേരാ. പക്ഷെ അതനുസരിച്ച് നീ ജീവിക്കണം. മാറിപ്പോയിരുന്ന് തല്ലുകൂട്ടാനും, മയക്കുമരുന്നടിച്ച് വഴി കിടക്കാനും, കള്ളടിച്ച് വഴി കിടക്കാനും, പ്രശ്നം ഉണ്ടാക്കാനും, കലഹമുണ്ടാക്കാനും, കോടതി കയറി ഇറങ്ങുവാനും, കേസും അതിരി കൊണ്ടുപോകാനും, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും, എന്നെക്കുറിച്ച് പരിഹാസം പറയാൻ പരിഹസിക്കാനും, മറ്റുള്ള കുറവുകളെ ചൂണ്ടിക്കാണിച്ച് നീ ചിരിക്കുവാനും, ഇതൊന്നും അല്ല ദൈവം, ഇതിനൊന്നും അല്ല ദൈവം നിന്നെ വിളിച്ചത്, ദൈവം നിന്നെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയിലുള്ള സകലത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവളായി കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴുകപ്പെട്ട് കൂട്ടായ്മ ബന്ധം ആചരിച്ച് ക്രിസ്തുവിന്റെ വരവിൽ ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന നിത്യമായ ജീവിതം, നിത്യമായ സ്വർഗം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ശ്രേഷ്ഠതയുള്ളവനായി ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. നീ ആ അനുഭവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറയുക, നിന്നെ വിശേഷിപ്പിക്കുന്നത് ഹല്ലേലൂയ. നമ്മൾ ഈ കൊരിന്ത്യർ ലേഖനമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, നിന്നെ വിശേഷിപ്പിക്കുന്നത് ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത് എന്നവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിന്റെ മറുപടി എന്ത്? കർത്താവ് തന്നെയാണ് നിങ്ങളെ വിശേഷതയുള്ളവരാക്കി മാറ്റുന്നവൻ. അപ്പല്ലോസ് നട്ടു, ഹല്ലേലൂയ, പൗലു നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നതെന്ന് നമ്മളവിടെ വചനം വായിക്കും കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ വചനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, അല്ലേ, കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിലെ 3:6 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകിയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. നിങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഇതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പേരുകളാണ്. ദൈവഹിതമെങ്കിൽ അതിലേക്കൊക്കെ നമുക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്നല്ല, ഓരോ ദിവസങ്ങളായിട്ട്. അത് നിങ്ങളെ വിശേഷതയുള്ളവരാക്കി മാറ്റിയത് യേശുവാണ്. നിങ്ങളെ വിശേഷതയുള്ളവരാക്കി മാറ്റിയത് യേശുവാണെന്ന് പൗലോസ് പറയുക. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ജമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നുവെന്നാണ് സദൃശവാക്യം ഹല്ലേലൂയ 21:31 വായിക്കുന്നത്. ചീട്ട് മടിയിലിടുന്നു, അതിന്റെ വിധാനമോ യഹോവയാൽ എത്രയെന്ന് സദൃശവാക്യം 16:33 വായിക്കുന്നുണ്ട്. എല്ലാം ദൈവത്താലാണ്, എല്ലാം കർത്താവാണ്, എല്ലാത്തിനും ഹല്ലേലൂയ ശ്രേഷ്ഠത. അപ്പൊ യേശു ക്രിസ്തു വിളിച്ച ഓരോ ശിഷ്യനും വളരെ സാധാരണക്കാരായിരുന്നു. ഹല്ലേലൂയ. ഭൂരിപക്ഷ പേരും വിദ്യാഭ്യാസമില്ലാത്തവരും പാവപ്പെട്ടവരുമായിരുന്നു, മത്സ്യം പിടിക്കുന്നവരായിരുന്നു. യേശു അവരെ തന്റെ ശിഷ്യന്മാരാക്കി, വരങ്ങളിൽ ശക്തി നൽകി, വിശേഷതയുള്ളവരാക്കി മാറ്റി. പത്രോസ് തന്റെ ഓരോ പ്രസംഗത്തിലും ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. പത്രോസിനെ ഏറ്റവും വിശേഷതയുള്ളവനാക്കി മാറ്റിയെടുത്ത യേശുവാണ്. ഹല്ലേലൂയ. അതെ, 120 പേരെ വിശേഷതയുള്ളവരാക്കി ദൈവം മാറ്റി അവരെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അവരാൽ ഹല്ലേലൂയ ഒരു കൂട്ടം ജനത്തെ അവർ തെരഞ്ഞെടുത്തു. അവരുടെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും വിശേഷതയുള്ളവരായി തെരഞ്ഞെടുത്തു. ഇന്ന് ഞാനും നിങ്ങളും പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം മുഖാന്തരം പാപിയായി ജീവിക്കുന്ന ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾക്ക് മാനസാന്തരത്തിന്റെ സുവിശേഷം വിളിച്ചു പറഞ്ഞ് അവരെ കേൾപ്പിച്ച് അവർക്ക് പാപബോധം വന്ന് അവരെ തെറ്റിദ്ധരിച്ച് മടങ്ങി വരുമ്പോൾ അവരെയും വിശേഷതയുള്ളവനായി പത്രോസിനെ അടക്കം തിരഞ്ഞെടുത്തവർ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളിലൂടെ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് തന്റെ അഭിഷേകത്തെയും ആത്മീയവരങ്ങളെയും യാതൊരു ദൈവദൂതന്മാർക്കും നൽകിയില്ല. കർത്താവ് തന്റെ ഹല്ലേലൂയ സ്തോത്രം അഭിഷേകത്തെയും ഹല്ലേലൂയ ആത്മീയ വരങ്ങളെയും ഫലങ്ങളെയും ദൈവദൂതന്മാർക്കല്ല നൽകിയത്. ഹല്ലേലൂയ. നിങ്ങൾക്കാണ് കൃപയുടെ അഭിഷേകവും ശക്തിയും ആത്മീയ വരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും നൽകിയത്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട കർത്താവ് യേശുക്രിസ്തുവിനെ വീണ്ടും ജന്മം പ്രാപിച്ച ഏറ്റവും വിശേഷതയുള്ളവരായി മാറിയ നിങ്ങൾക്കാണ് ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും കൃപകളും കൃപാവരങ്ങളും ഒക്കെ ദൈവം തന്നത്. ഹല്ലേലൂയ. ദൂതന്മാർക്കല്ല കൊടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങളെ ആർ നിസ്സാരമായി കരുതിയാലും അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കാതിരിക്കണം. കർത്താവിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് ദയ ലഭിച്ചിരിക്കുന്നു.
ലോകം നിന്നെ നിസ്സാരന്മാരായി കാണും. ഞാനതൊക്കെ പറയുമ്പോൾ എന്റെ ആത്മജീവിതത്തിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ എന്നെ ഒരുപാട് പേര് ചവിട്ടി മെതിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിസ്സാരനായി കണ്ട് കരുതി കഴിവ് കെട്ടവനാണ്, പ്രാപ്തിയില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കലുകൾ ഞാൻ ഏറ്റിട്ടുണ്ട്. ഒരുപാട് അപമാനങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് നിന്ദകൾ സഹിച്ചിട്ടുണ്ട്. പല സ്ഥാനത്തും എന്നെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലേ അവിടേക്ക് എനിക്ക് ഒന്നേ ചിന്തിക്കാനുണ്ടായിരുന്നുള്ളൂ, എന്നെ കർത്താവ് വിശേഷതയുള്ളവനായി തെരഞ്ഞെടുത്തതാ. കർത്താവിന്റെ പ്രത്യേകമായി നിയോഗമാണ് ഞാൻ. അവന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. അവന്റെ ശ്വാസം എന്റെ മൂക്കിലൂതിയതാ, ജീവാത്മാവാക്കി മാറ്റിയതാ. സകലത്തെ അടയ്ക്കുവാനുള്ള അധികാരം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാ. ഞാൻ ഏറ്റവും വിശേഷതയുള്ളവനായി എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ ദൈവസനെ സന്തോഷിക്കുമായിരുന്നു. പക്ഷെ എന്നെ പരിഹസിച്ചവരും നിന്ദിച്ചവരും അപമാനിച്ചവരും ഒക്കെ പിന്നത്തേതിൽ അവരുടെ സ്ഥിതി ഞാൻ പറയുന്നില്ല. അവർ വളരെ മോശകരമായിരുന്നു. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ദൈവം നിന്നെ വിശേഷതയുള്ളവനായി തെരഞ്ഞെടുത്തിരിക്കുക. നിന്നെ നീ ഒരു നിസാരനായി, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് യാതൊരു അമേലിയ നല്ല വാക്കും പറയാതെ നിന്നെ പരിഹസിക്കുന്ന ഒരു കാണുന്ന സഹോദരി എന്റെ നിലവിൽ നീയെ ഭാരപ്പെടണം. നീ വിശേഷതയുള്ളവനാണ്. അല്ലേലിയ. അപ്പൊ ദൈവത്തിന്റെ ദയ നിങ്ങളെ വിശേഷതയുള്ളവരായി ദൈവം കാണുന്നു. അല്ലേലിയ. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 13:11 വായിക്കും കാണുന്നു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചില്ല. അതെ, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് മറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഈ ലോകജനത്തിന് മറഞ്ഞിരുന്നത്, ഈ ലോകക്കാർക്ക് മറഞ്ഞിരുന്നത്, യഹൂദനും യവനനും ഒക്കെ മറഞ്ഞിരുന്നത് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. ദൈവന സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം തന്ന് നിങ്ങളെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരായി ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, കർത്താവ് നിന്നൊക്കെ നൽകിയിരിക്കുന്ന പേര് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ, ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ. അവയേക്കാൾ നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവർ എന്നാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. അതെ, നീ ഒരു നിസ്സാരക്കാരനല്ല കേട്ടോ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ ശിഷ്യന്മാരെ നിങ്ങൾ മനസ്സിലാക്കിയാട്ടെ. അവരെ കുറിച്ച് നിങ്ങൾ പഠിക്കുമെന്നൊക്കെ അവരെല്ലാം വെറും നിസ്സാരന്മാരായിരുന്നു. എന്നാൽ അവരെല്ലാം ദൈവം വിളിച്ച് വേർതിരിച്ച് ശ്രേഷ്ഠതയുള്ളവരാക്കി മാറ്റി. പത്രോസിന് നോക്ക് ദൈവരാജ്യത്തിന്റെ താക്കോൽ കൊടുത്ത്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്ത് ദൈവസഭയുടെ അടിസ്ഥാനം ഇടങ്ങുവാൻ പത്രോസിനെ ദൈവം കരങ്ങൾ ഉപയോഗിച്ചു. അതെന്തിന്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരായി ദൈവം മാറ്റി. ദൈവം നിന്നെ ശക്തമായി ഉപയോഗിപ്പാൻ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ നിനക്ക് വെളിപ്പെടുത്തുവാൻ യേശു ആഗ്രഹിക്കുക. നിന്നോട് ശക്തമായ ദൈവപ്രവർത്തി ജീവൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഇതിനെ കുറിച്ച് പ്ലാനുണ്ട്. ദൈവത്തിനെ കുറിച്ച് നിയോഗമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഇന്ന് പകരം വേണ്ടി ഇന്ന് സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികൾ മാറും. ഇന്ന് നീ കുടുംബത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, വേദനകൾ, നോമ്പരങ്ങൾ, ഭാരങ്ങൾ ലോകം നിന്നെ മാറ്റി നിർത്തുമ്പോൾ, സമൂഹം നിന്നെ മാറ്റി നിർത്തുമ്പോൾ അവിടെയൊന്നും നീ കലങ്ങിപ്പോകണ്ട. നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിന്നെ പുതുക്കിയെടുക്കുവാൻ, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാക്കി മാറ്റുവാൻ, വിശേഷതകളാക്കി മാറ്റുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഇന്ന് പകൽ യേശുവിനെ നിന്റെ ഹൃദയം കൊടുക്കാൻ കഴിയുമോ? യേശുവിനെ നിന്റെ ഹൃദയം കൊടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ നിനക്ക് യേശുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് കർത്താവിയെ കടച്ചനെ ശ്രേഷ്ഠതയുള്ളവരായി ആമയെ വിശേഷതയുള്ളവരായി എന്നെ തീർക്കുവാൻ അങ്ങനെ കരങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നു. എന്റെ കുടുംബത്തിൻ്റെതായ എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞാൻ അനുഭവിക്കുന്ന നിന്ദകളുടെ നടുവിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചിട്ട് നിന്റെ സകല പ്രശ്നങ്ങളും, നിന്റെ സകല പ്രതിസന്ധികളും മാറ്റി, നിന്റെ കുടുംബത്തിന്റെ സകല സാഹചര്യങ്ങളും മാറ്റി, ഇപ്പോൾ നീ കടന്നു പോകുന്ന എല്ലാ വെല്ലുവിളികളിൽ നിന്ന് നിന്നെ ദൈവം വിടുവിച്ച് ഏറ്റവും വിശേഷതയുള്ളവനായി ലോകത്തിന് മുമ്പിൽ നിന്നെ മാനിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. കണ്ണുകളടച്ചാട്ട പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോന്ന് ദൈവത്തിന്റെ പദം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ ഭൂമിയിൽ കർത്താവേ, ദൈവത്തിന്റെ സൃഷ്ടികളെക്കാൾ വിശേഷതയുള്ളവരായി ഞങ്ങളെ തെരഞ്ഞെടുത്ത് അങ്ങനെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും ധനാഢ്യന്മാരെയും എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്ന ആദിവാസി ട്രൈബൽ മേഖലയിൽ
നയിക്കുന്നവരെ, ദൈവരങ്ങളിലേക്ക് കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന യാത്ര ചെയ്യുന്നവർ, അതിൽ സഞ്ചരിക്കുന്നവർ, അതിന്റെ നിർമ്മിതാക്കൾ, അതിന്റെ സെയിൽസ് ചെയ്യുന്നവർ, കർത്താവ് കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, BSF, CRP, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്തിൽ നിൽക്കുന്നവരെ, രഹസ്യാന്വേഷണങ്ങളെ, ജുഡീഷ്യറി വിവിധ വകുപ്പുകൾ, പോലീസിന്റെ വിവിധ വകുപ്പുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് തീരദേശവാസികൾക്കായി കടലോര വാസികൾ ഓർക്കുന്നു. ഹല്ലേലൂയ. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്ന ഖനികളിലും കമ്പനികളിലും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, കർത്താവ് ചെറുകമ്പരുതുമാരുടെ വ്യാപാരികൾ, വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, ആമി കൺസ്ട്രക്ഷൻ രംഗത്ത് മെക്കാനിക്കൽ, യൂണിയൻ രംഗത്ത് ജോലി ചെയ്യുന്നവർ, ആമി സഹകരണ മേഖലയിലും പൊതുമേഖലയിലും ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖലകളിൽ ആയിരിക്കുന്നവർക്കായി സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, മത സാമൂഹിക സംസ്കാര സംഘടന രംഗത്ത് നിൽക്കുന്ന ചലച്ചിത്രമാധ്യമ മീഡിയ രംഗത്ത് നിൽക്കുന്നവരെ, എല്ലാ ഭരണോദ്ദേശ പാർട്ടികളെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നും ക്യാൻസർ, ലഹരി പദാർത്ഥങ്ങൾ അടിമപ്പെട്ടവരെ, തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വർഗീയതയ്ക്കും കൂട്ടുനിൽക്കുന്ന അങ്ങനെയുള്ളവരെ, കർത്താവ് സന്ദർശവിശേഷതകളെ തെരഞ്ഞെടുത്ത് ദൈവരാജ്യത്തെ പ്രയോജനമുള്ളവരായി തീർക്കണമേ. ദേശത്ത് വിദേശത്ത് ജോലിക്കായി കടന്നുപോയി കഷ്ടം സഹിക്കുന്നു, മരണകാലത്ത് വേദന അനുഭവിക്കുന്നവർ, ആമി ജോലി നാട്ടിലേക്ക് വരിക കഴിയാതെ വിസ നഷ്ടപ്പെട്ടവർ, അലുയ്യ ആമി ജയിലിൽ കിടക്കുന്നവർ, കർത്താവ് കുടുംബങ്ങളെ ആമി വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി ഭവനത്തിൽ പീഡ അനുഭവിക്കുന്നവരെ, സഹോദരന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശം കർത്താവ് വേലയ്ക്കായി കടന്നുപോയിരിക്കുന്ന ദൈവദാസന്മാർ, ആമി സുവിശേഷമായി ജയിലിൽ കിടക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യൗവനത്തിലും വാർത്തയും നിരാനുഭവത്തിൽ ഓർഫനേജിലും തലമുറയിലായിരിക്കുന്ന സകല ജനതയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ആസാനപ്പെടുത്തണമേ. ആമേ ജീവിതത്തിൽ നിരാശയുടെ നിലയിൽ കടന്നു പോകുക, മദ്യത്തിലും മയക്കലും ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങി കടന്നു പോകുന്നവർ, വാർദ്ധക്യ സഹജമാശങ്ങളാൽ, വിവിധ രോഗത്താൽ, ബന്ധനത്താൽ ഒക്കെ അകപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങളെ ദൈവം വെടിവെച്ച് അവർക്കൊരു മനസ്സാന്തരം കൊടുക്കണമേ. അവയേക്കാൾ വിശേഷതയുള്ളൊരു പറഞ്ഞ പോലെ സകലിനേക്കാൾ വിശേഷതയുള്ളൊരായി ജനത്തെ പണിതെടുക്കുവാൻ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.